ഇടുക്കി ദേവികുളം താലൂക്കിൽ സർക്കാർ പട്ടയം നൽകി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഭൂമി ലഭിക്കാതെ 170 കുടുംബങ്ങൾ. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലും കൂരകളിലുമാണ് പട്ടയം ലഭിച്ച ഈ തോട്ടം തൊഴിലാളികളുടെ താമസം. കച്ചേരി സെറ്റിൽമെന്റ് എന്ന പേരിൽ റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയ കൂടുതൽ പ്രദേശം ചതുപ്പ് നിലമാണ്. ബാക്കി വാസയോഗ്യമായ സ്ഥലങ്ങളുടെ ഭൂമാഫിയയുടെ ഭൂമി മുറിച്ചു വിൽപ്പനയുമുണ്ട്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. പാവപ്പെട്ട 170 തൊഴിലാളികൾക്കായി കച്ചേരി സെറ്റിൽമെന്റ് എന്ന പേരിൽ നൽകിയ ഭൂമിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇനിയുള്ള ഈ ഭൂമിയുടെ കഥ തൊഴിലാളികൾ തന്നെ പറയും. 2009 இடம் பட்டம் கொடுத்தது. இது வரைக்கும் தடம் காட்டாமல் நாங்களும் கம்பெனியில் வேலை செஞ்சோம். இப்போ கம்பெனியில் என்ன சொல்கிறாங்க, ரிட்டர்ன் பட்டியில் நீங்கள் வீட்டை விட்டு வெளியே போங்க அப்படிங்கிறாங்க. நாங்கள் எங்கே போய் ஜீவிக்க? எங்களுக்கு வேறு இடமும் இல்லை. തലമുറകളായി തോട്ടം മേഖലയിൽ പണിയെടുത്ത നിർധനരായവർക്ക് സർക്കാർ നൽകിയ പട്ടയം ലഭിച്ചിട്ട് എന്ത് കാര്യം? ഭൂമിയില്ല. 2009 ദേവികുളം കച്ചേരി സെറ്റിൽമെന്റ് എന്ന പേരിൽ LDF സർക്കാർ 170 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം പട്ടയമാണ് നൽകിയത്. ദേവികുളം റവന്യൂ ഓഫീസിന് പിന്നിലുള്ള 8.6 ഏക്കർ ഭൂമി. നൽകിയ ഭൂമിയാകട്ടെ കൂടുതൽ സ്ഥലം ചതുപ്പ് നിലം. റവന്യൂ അധികാരികൾ അശാസ്ത്രീയമായി സർവേ നടത്തി പ്ലോട്ട് തിരിച്ചു. വാസയോഗ്യമായ ഇടങ്ങളിലൊക്കെ കയ്യേറി താമസമാക്കി പല ഭൂമി തട്ടിപ്പുകാരും. അതും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്ന് CPIM പ്രവർത്തകൻ ജോബി പറയുന്നു. ഈ ഭൂമി കണ്ടെത്താൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ അവിടെ അശാസ്ത്രീയമായ സർവേ നടത്തിക്കൊണ്ട് വീട് വയ്ക്കാനോ വാസയോഗ്യമല്ലാത്തതായ ഭൂമി കണ്ടെത്തിക്കൊണ്ട് പട്ടയ വിതരണം നടത്തുകയാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ 18 വർഷക്കാലമായിട്ടും ഈ പട്ടയം കയ്യിൽ വെച്ചിരിക്കുന്നതല്ലാതെ അവർക്ക് തങ്ങളുടെ ഭൂമി കാണിച്ചു കൊടുക്കുവാൻ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. പകുതിയിലധികം ഭൂമിയും ഇപ്പോൾ ചതുപ്പ് നിലത്താണ് പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചതുപ്പ് നിലങ്ങൾ അല്ലാണ്ട് കിടക്കുന്ന പ്രദേശങ്ങളിലും ഈ KDH വില്ലേജ് 20/1 സർവേ നമ്പറിൽ പല സ്ഥലങ്ങളിലും ഭൂമാഫിയകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ഭൂമി പിടിച്ച് കച്ചവടം നടത്തുന്നൊരു പതിവ് തുടങ്ങിയിരിക്കുകയാണ്. സ്ഥലവും വീടുമുള്ളവർ അത് വിൽപ്പന നടത്തിയ ശേഷം തോട്ടം തൊഴിലാളികൾക്ക് നൽകിയ ഭൂമി കയ്യേറി വിൽക്കുന്നത് പതിവാണെന്നും ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് BJP പ്രവർത്തകൻ സുമേഷ് പറയുന്നു. ഇത് അച്യുതാനന്ദ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഏറ്റെടുത്ത ഭൂമികൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞ് കത്ത് നൽകിക്കൊണ്ട് അന്നത്തെ ഓർഡർ അനുസരിച്ചാണ് ഇവിടെ ഈ ഭൂമി എല്ലാവർക്കും തന്നെ വിതരണം ചെയ്തത്. അതിൽ 272 പേർക്കാണ് ഇവിടെ പട്ടയം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇന്നും ആ പട്ടയം കൈവശം വെച്ചുകൊണ്ട് അവർ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്, അന്നു മുതൽ ഇന്ന് വരെ. എന്നാൽ ഈ വസ്തു അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ യാതൊരു നിയമ നടപടികളും ഇപ്പോഴും ഈ സർക്കാർ എടുക്കുന്നില്ല. ചോർന്നൊലിക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലും ക്വാർട്ടേഴ്സിലുമാണ് പട്ടയം ലഭിച്ച ഈ നിർധനരായ കുടുംബങ്ങളുടെ താമസം. ഞങ്ങൾക്ക് പട്ടയം 2009 കിട്ടിയതാണ്. പക്ഷെ സ്ഥലം ഇതുവരെയായിട്ട് കാണിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാനും അമ്മയും അനിയത്തിയും ഉള്ള കുടുംബമാണ്. അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയ്ക്ക് കൂലിപ്പണിയാണ്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കും. മഴ വന്നു കഴിഞ്ഞാൽ ചോരുകയും ചെയ്യും. അപ്പോൾ ഭാവിയിൽ ഈ ക്വാർട്ടേഴ്സ് എങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയാത്ത അവസ്ഥയാണ്. പാവപ്പെട്ട തൊഴിലാളികൾ പട്ടയവുമായി നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. കിട്ടിയ ഭൂമിയാകട്ടെ ഭൂമാഫിയ കയ്യേറിയും വിൽപ്പന നടത്തുകയും ചെയ്തു. ഇനിയെങ്കിലും തങ്ങൾക്ക് ഈ ഭൂമി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികളുള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.